നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷത്തിലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോ ഈ ഘട്ടത്തിലുണ്ടല്ലോ, ഗുണഫലങ്ങളും വെല്ലുവിളികളും ഒക്കെ ഒരുപോലെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥാനം ഏറെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ വ്യാഴത്തിന്റെ ഓരോ സ്ഥാനമാറ്റവും പലപ്പോഴും അനേകം അനുകൂല അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ മാറ്റങ്ങളുണ്ടല്ലോ, ഏതൊക്കെ രാശിക്കാർക്കാണ് കൂടുതൽ ഗുണഫലങ്ങൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കൂടി പരിശോധിക്കാനായിട്ട് പോകുന്നത്. വരാനിരിക്കുന്ന പുതുവർഷത്തില് 3 തവണയാണ് നമ്മുടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. ഇപ്പൊ 2026 തുടക്കത്തിൽ തന്നെ വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ജൂൺ 2 മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് സംക്രമണം നടത്തുകയും ചെയ്യും. തുടർന്ന് ഒക്ടോബർ 31 വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ചിങ്ങം രാശിയിൽ സംക്രമണം നടത്തും. അതുപോലെ തന്നെ ഈ എല്ലാ ഗ്രഹചലനങ്ങളും പല രാശിക്കാർക്കും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ കർക്കിടകത്തിൽ നടക്കുന്ന സംക്രമണത്തിനാണ് പ്രത്യേക പ്രാധാന്യം നൽകപ്പെടുന്നത്. ഇപ്പൊ ഈ ഘട്ടത്തിലെ വിപരീത രാജയോഗം രൂപപ്പെടുകയും അതിലൂടെ നിരവധി രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഇതിന്റെ ഫലമായിട്ട് ജീവിതത്തിലെ സന്തോഷകരമായ മാറ്റങ്ങളും ശ്രദ്ധേയമായ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗ്യഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന രാശികളെയാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന രാശിക്കാര് കർക്കിടകം, വൃശ്ചികം, അതുപോലെ തന്നെ മകരം, മീനം എന്നീ രാശികളും അതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ്. കർക്കിടകം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഗ്രഹമാറ്റം നിരവധി അനുകൂല അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. അപ്പോ ഇതിന്റെ ഫലമായിട്ട് പലവിധ നേട്ടങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലെ വിജയങ്ങളൊക്കെ തുടർച്ചയായിട്ട് ലഭിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. പിന്നെ പറയുകയാണെങ്കിൽ ബിസിനസ് രംഗത്ത് പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾക്ക് ഈ കാലഘട്ടം ഒരു തുടക്കമിടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അനുകൂല സമയമാണ് തെളിഞ്ഞു കാണുന്നത്. കൂടാതെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു സമയമായിട്ട് ഇത് മാറും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അനുയോജ്യമായ കാലഘട്ടമാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. അടുത്തത് വൃശ്ചികം രാശിക്കാർക്ക് വിപരീത രാജയോഗം ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ തുടക്കമിടുന്ന കാലഘട്ടമാണ്. ഈ സമയം എന്താ പറയാ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വഴിത്തിരിവുകൾ അനുഭവപ്പെടും. വ്യാഴത്തിന്റെ സ്വാധീനത്താൽ വ്യക്തിപരമായ വളർച്ച സാധ്യമാക്കുകയും ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടാനായിട്ട് കഴിയും. രാജയോഗത്തിന്റെ ഫലമായിട്ട് സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ആത്മവിശ്വാസത്തിൽ വ്യക്തമായ ഒരു ഉയർച്ചയെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ അനുകൂലമായ മാറ്റങ്ങളിലേക്ക് നീങ്ങും. പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ കാലം എന്താ പറയാ, ഏറെ അനുകൂലമായിരിക്കും. വിവിധ വഴികളിലൂടെ ധനഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തും. അടുത്തത് മകരം രാശി. ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വ്യാഴത്തിന്റെ ഗ്രഹചലനത്തിൽ രൂപം കൊള്ളുന്ന വിപരീത രാജയോഗത്തിന്റെ ഫലമായിട്ട് ജീവിതം ഗണ്യമായ വഴിത്തിരിവുകൾ കൈവരിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. വരുമാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇരട്ടിയായ വളർച്ച അനുഭവപ്പെടുകയും സമ്പാദ്യത്തിനും ധനസമാഹരണത്തിനും ഒക്കെ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ ശുഭകരമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾക്ക് ഈ കാലം തുടക്കമിടും. എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അനുകൂല ചിന്തകളും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ധാരാളം സമ്പത്തും ലാഭങ്ങളും ഒക്കെ ഈ സമയത്ത് നിങ്ങളെ തേടി എത്തും. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക നിലയിൽ അത്ഭുതകരമായ ഒരു മുന്നേറ്റം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇത് മാറുക. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ശനിദോഷമായ ശനി ഈ സമയത്ത് ബാധിക്കുന്നുണ്ടെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം മൂലം അനുകൂല ഫലങ്ങളാണ് കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് പോവുക.
സന്തോഷവും സമൃദ്ധിയും ഒക്കെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാലഘട്ടമാണ്. പുതുവർഷത്തില് വ്യാഴത്തിന്റെ രാശിമാറ്റം നിങ്ങൾക്ക് അനവധി ഗുണാനുഭവങ്ങളാണ് സമ്മാനിക്കുക. വിപരീത രാജയോഗത്തിന്റെ ഫലമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വിജയത്തിലേക്ക് നയിക്കുകയും എന്താ പറയാ അനുയോജ്യമായ പങ്കാളിയൊക്കെ കണ്ടെത്താനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടി എന്താ പറയാ ഏറെ അനുകൂലമായ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.